അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷീ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എനിക്കും സുഖം തന്നെ. ഇപ്പോൾ നോമ്പ് തുറക്കുമ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി വെറൈറ്റി കടികൾ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ഈ ഒരു കടി നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്. കിടിലൻ ടേസ്റ്റാണ്. ഇതൊരെണ്ണം മതി നിങ്ങൾക്ക് വയറ് നിറയാൻ വേണ്ടിയിട്ട്. ഉരുളക്കിഴങ്ങും പച്ചക്കറികളും ചിക്കനും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ ഐറ്റത്തിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ആദ്യം നമുക്കൊരു മസാല ഉണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലാദ്യം 1 ടീസ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് അതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി ഏകദേശം ഒന്ന് വാടി വന്നാൽ ഞാൻ അതിലേക്ക് ഒരു 2 കപ്പ് നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ക്യാബേജ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാബേജ് ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് കുഴഞ്ഞ് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റ്, അതുപോലെ തന്നെ അല്പം സ്പ്രിംഗ് ഓണിയൻ, ഒരു പകുതി ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് പച്ചക്കറിയാണ് ഉള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ഉള്ളിയും ക്യാപ്സിക്കം ഒക്കെ ഒന്ന് വാട്ടിയിട്ട് ഇട്ട് കൊടുത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 1/2 ടീസ്പൂണ് ചില്ലി ഫ്ലേക്സ്, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൽ വേറെ മസാലകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. എരിവിന് വേണ്ടിയിട്ട് ഇത് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കന് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പച്ചക്കറികളും ചിക്കനൊക്കെ കൂടുമ്പം തന്നെ നല്ലൊരു ടേസ്റ്റുള്ള ഫില്ലിംഗ് ആണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്, അതവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 3 വലിയ സൈസ് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്തിട്ടുണ്ട്. അതൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരല്പം മല്ലിയില, അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഉരുളക്കിഴങ്ങിനെ നല്ലൊരു മാവ് പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു 1/2 കപ്പ് മൈദ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വേവിച്ചെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഒരു പശപ്പ് കൂടുതലുള്ള ഉരുളക്കിഴങ്ങായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് 1/2 കപ്പിൻ്റെ കൂടെ 1/2 കപ്പ് മൈദപ്പൊടിയും, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും, 1 കപ്പ് ബ്രെഡ് ക്രംസും, പിന്നെ ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഴക്കുന്ന സമയത്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. കുഴക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ അല്പം എണ്ണ തടവിയിട്ട് ഇതുപോലെ കുഴച്ചെടുത്താൽ മതിയാവും. അങ്ങനെ പൊടികളൊക്കെ ഇട്ടിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഉരുളക്കിഴങ്ങ് ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ആട്ടപ്പൊടിയുടെ ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പരത്തിയെടുക്കാൻ പറ്റും. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ മാവിൽ നിന്നും കുറച്ച് വലിപ്പത്തിലുള്ള ഒരു ബോൾ സൈസ് എടുത്തിട്ട് അത് ഷീറ്റിൽ വെച്ചിട്ട് കൈ വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. ഇനി കുഴൽ വെച്ചിട്ട് അതൊന്ന് നീളത്തിലൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കുഴലിൻ്റെ മുകളിൽ ഉരുളക്കിഴങ്ങ് ഒട്ടാതിരിക്കാൻ നമുക്ക് കുറച്ച് മൈദപ്പൊടി തൂവി കൊടുക്കാം. അപ്പോൾ ഒരു ഓവൽ ഷേപ്പിലായിട്ട് ഞാനിതിങ്ങനെ പരത്തിയെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി ഉരുളക്കിഴങ്ങിൻ്റെ മാവ് നമുക്ക് 4 ഭാഗത്തു നിന്നും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന ഭാഗം ഒന്ന് നല്ല രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മളത് പൊരിച്ചെടുക്കുമ്പം എണ്ണ കയറാനുള്ള സാധ്യത ഉണ്ടാവും. ആ മടക്കിയ ഭാഗത്ത് ഒന്നുകൂടി ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് നല്ല രീതിയിൽ ഫ്ലാറ്റായിട്ട് കിട്ടും. ഇനി ഇതുപോലെ ഷീറ്റിൽ നിന്ന് ഇളക്കിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇത് കാണുമ്പം നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷേ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഉരുളക്കിഴങ്ങ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കുഴക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു സ്നാക്കായിരിക്കും. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഉരുളക്കിഴങ്ങ് നമുക്കിതേപോലെ പരത്തിയെടുക്കാം. ഇതൊരു ഹെവി ആയിട്ടുള്ള സ്നാക്കാണ്. ഇതിൽ ഉരുളക്കിഴങ്ങും പച്ചക്കറികളും ചിക്കനും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോൾ ഒരാൾക്ക് ഒന്ന് കഴിച്ചാൽ തന്നെ വയറ് നിറയുന്നൊരു സ്നാക്ക് കൂടിയാണിത്. അപ്പോൾ എൻ്റെ ചാനലിൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള വെറൈറ്റി സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്കൊക്കെ എത്തണമെങ്കിൽ നിങ്ങളുടെ ലൈക്കും സപ്പോർട്ടും കൂടിയേ തീരൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിനെ മടക്കി കഴിഞ്ഞാൽ അതിൽ ഗ്യാപ്പൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പൊട്ടറ്റോ ഫില്ലിംഗ് ബോക്സ് പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് ഒരു പാനിൽ എണ്ണ ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്.
അപ്പോൾ നമുക്കിതിന് അധികം ഓയിലൊന്നും ആവശ്യമില്ല. അപ്പോൾ അതിൻ്റെ താഴത്തെ ഒരു നിരപ്പിൽ മാത്രം നിൽക്കുന്ന രീതിയിൽ ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതിലേക്ക് ഒരു ടൈമിൽ തന്നെ രണ്ടെണ്ണം ഇട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. പുറമേ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ഇത് പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. സംഭവം പൊരിച്ചെടുക്കുമ്പോൾ നല്ല ക്രിസ്പിയും ഹാർഡും ആയി ഉണ്ടാവുക. ഞാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ രണ്ട് സൈഡും നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇപ്പം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അതുപോലെ തന്നെ ഈ സ്നാക്ക് അധികം എണ്ണ കുടിക്കുന്ന പേടിയൊന്നും വേണ്ട. അപ്പം ഞാൻ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ പൊരിച്ച് കഴിഞ്ഞിട്ടും പാത്രത്തിൽ എണ്ണ അങ്ങനെ തന്നെ ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ എണ്ണയിൽ നിന്ന് നന്നായിട്ട് ഊറ്റിയെടുത്തിട്ട് നമുക്കിത് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ 3 ഉരുളക്കിഴങ്ങിൽ നിന്ന് ഇവിടെ 6 പൊട്ടറ്റോ ബോക്സ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഒരാൾക്ക് ഒരെണ്ണം വെച്ച് കഴിച്ചാൽ തന്നെ നല്ല ഹെവി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചിക്കനും വെജിറ്റബിളൊക്കെ വെച്ചിട്ടുള്ള ഫില്ലിങ് കൂടി ആകുമ്പം നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ചീസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. ഇതെല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നൊരു സിമ്പിൾ റെസിപ്പി കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വെറൈറ്റി വേണമെങ്കിൽ ഇനി ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്ക്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കയറുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വീഡിയോസിന് വേണ്ടി സ്റ്റേ ട്യൂൺ ഷീ സ്റ്റോറീസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.